പരപ്പ തോടംചാലിലെ സിറ്റിസൺ ക്ലബ്ബ് സംഘടിപ്പിച്ച ഉത്സവസന്ധ്യ 2026 ഒരുമയുടെ മാനവോത്സവമായി മാറി. കളിക്കളത്തിന് വേണ്ടിയുള്ള ധനശേഖരണാർത്ഥം നടത്തിയ പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. പലവിധങ്ങളായ പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ മാറ്റത്തിനും മുന്നേറ്റത്തിനും മുതൽക്കൂട്ടേക്ക് വരുന്ന പരപ്പ തോടംചാലിലെ സിറ്റിസൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏറ്റെടുത്തിരിക്കുന്ന പുതിയൊരു ദൗത്യമാണ് നാട്ടിൽ സൗകര്യപ്രദമായ ഒരു കളിസ്ഥലം ഉണ്ടാക്കുക എന്നത്. നാളുകളായുള്ള ഈ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനാവശ്യമായ ധനം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഉത്സവസന്ധ്യ 2026 എന്ന പേരിൽ കലാസാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈ പുതിയ ആധുനിക കാലത്ത് മനുഷ്യനുമായി അടുക്കുന്നതിന് പകരം അകലുന്ന ഒരു കാലമാണ് ഈ കാലം. അകലുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം, കുടുംബ ബന്ധങ്ങൾക്ക് പോലും പഴയ കാലത്തെ ഒരു ഊഷ്മളത ഇല്ലാത്തൊരു കാലഘട്ടമാണ്. കാരണം ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു വളർച്ചയാണ്, മൊബൈൽ ഉൾപ്പെടെ. ചടങ്ങിൽ വാർഡ് മെമ്പർ TN ബാബു അധ്യക്ഷനായി. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാജൻ നാടിന്റെ അഭിമാനമായി മാറിയ പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കരുണം 2025 പ്രതിഭാ പുരസ്കാര ജേതാവ് സന്തോഷ് നാട്യാഞ്ജലി, കണ്ണൂർ സർവകലാശാല ഭരതനാട്യം MA റാങ്ക് ജേതാവ് അഭിന രാമചന്ദ്രൻ എന്നിവരാണ് ആദരവിന്റെ സ്നേഹോപഹാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇതുകൂടാതെ VK ശ്യാമള ചികിത്സാ സഹായ നിധിയിലേക്കുള്ള ക്ലബിന്റെ സംഭാവനയും പഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി. രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരായ MR രാജു, സിജോ P ജോസഫ്, പ്രമോദ് വർണ്ണം, P ഗിരീഷ്, T അനാമയൻ, TN അജയൻ, ഹരി കോളംകുളം, പുഷ്പൻ ചങ്ങാട്, M ഓമന, KP റസീന എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി കൺവീനർ P അനൂപ് സ്വാഗതവും വൈസ് ചെയർമാൻ സുധീഷ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്നാണ് വിവിധങ്ങളായ കലാപരിപാടികൾ അരങ്ങേറിയത്. പത്തോളം ടീമുകൾ പങ്കെടുത്ത കൈകൊട്ടിക്കളി മത്സരം കാണികളെ ഏറെ ആകർഷിച്ച് ആവേശഭരിതരാക്കി. വാശിയേറിയ മത്സരത്തിനൊടുവിൽ ജോളി യൂത്ത് സെന്റർ അടോട്ട് വിജയകിരീടം സ്വന്തമാക്കി. റെഡ് സ്റ്റാർ പാലത്തേരയ്ക്കാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം യങ് ഇന്ത്യൻസ് വലിയ പൊയിലിനും. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.